ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ രാവിലെ തന്നെ ഞാൻ മോർണിംഗ് റുട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിച്ചിട്ട്, അപ്പോൾ അത് കുടിക്കാൻ പൂതിയായപ്പം അത് ഉണ്ടാക്കുകയാണ്. ഇത് എപ്പോഴൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ, പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ. പിന്നെ കഴിഞ്ഞ ദിവസം ബിസ്മിയിൽ പോയപ്പോൾ ഡോനട്ട്സിൻ്റെ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് അന്നാരും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പിറ്റേന്ന് രാവിലെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതേനു. അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അതും ചായയും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇതിലപ്പോൾ ഡാർക്കും വൈറ്റും മിൽക്കും 3 ചോക്ലേറ്റ്സും വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വൈറ്റ് എടുക്കാമെന്ന് കരുതി, പിന്നെ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം ഡാർക്ക് ആയതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചായ ഒന്ന് വെറുതെ കുടിച്ച് നോക്കിയപ്പോഴാണ് മധുരം ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ പിന്നെ കുറച്ച് മധുരം കൂടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് കോഫിയിൽ പഞ്ചസാര ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, പക്ഷേ ചായയിൽ കുറച്ചെങ്കിലും മധുരം ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്. കട്ടൻ ചായ ആണെങ്കിലും ഓക്കെ, പക്ഷേ ഇതിക്കൊക്കെ കുറച്ച് മധുരം വേണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പോളറോയിഡ്സൊക്കെ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള പോളറോയിഡ്സ് ആണ് കേട്ടോ കട്ട് ചെയ്യണത്. ഇത് 99 രൂപയ്ക്ക് 25 ഫോട്ടോസാണ് കൊടുക്കാറുള്ളത്. ഞാൻ ഈ മിനി പോളറോയിഡ്സിന് ഓഫർ ഇട്ടിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ. ഒരു 2 വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഓഫർ ഇടണമെന്ന് വിചാരിച്ച സമയത്ത് എല്ലാവർക്കും വാങ്ങാനും പറ്റുന്ന അഫോർഡബിൾ പ്രൈസും ആവണം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 99 രൂപയ്ക്ക് 35 ഫോട്ടോസ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാഷാഅല്ലാഹ് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ എനിക്ക് കൈമെന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതും ഈ മിനി പോളറോയിഡ്സിനായിരിക്കും. അപ്പോൾ കുറേ കാലമായില്ലേ, അപ്പോൾ ഞാൻ വിചാരിക്കണേ ഇനി ഒരു മാസം കൂടെ, മാക്സിമം ഒരു മാസം കൂടെ ഈ ഓഫർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ റേറ്റ് കൂട്ടാം എന്നാണ്. കാരണം പ്രിൻറ്റിങ്ങിനും എല്ലാത്തിനും ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആ ഒരു റേറ്റിന് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി എന്തായാലും 150 ഒക്കെ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റോപ്പ് ചെയ്യണതിൻ്റെ മുന്നേ അത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാനത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലൊരു 3x3 സൈസിൽ വരുന്ന ഫ്രെയിമും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് പോർഷനിൽ ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ടേപ്പ് ഒട്ടിക്കണം എന്നുള്ളത്. നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഫ്രെയിം ഒറ്റക്ക് കൊറിയർ ചെയ്യുമ്പോഴൊക്കെ ഒട്ടിച്ചാൽ മതി. ഹാമ്പറിൽ വെക്കുമ്പോൾ വലിയ പ്രശ്നമല്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്ലോസ് ചെയ്യുന്ന പോർഷൻ ഏതോ ഒന്നങ്ങനെ ചെറിയതായിട്ടൊരു ഡാമേജ് പോലെ ഉണ്ടായിരുന്നു. ഡാമേജ് അല്ല, കുറച്ച് ലൂസ് ആയിട്ടുള്ള പോലെ. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ബോക്സിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹാർട്ട് ഷേപ്പിലുള്ള ഹാമ്പർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലപ്പോൾ ഫസ്റ്റ് ആ ഒരു 3x3 സൈസിൽ വരുന്ന ഫ്രെയിമും പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു 25 പോളറോയിഡ്സും വെക്കുന്നുണ്ട്. ഇതിപ്പോൾ റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കൊറിയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ പോളറോയിഡ്സും ഫ്രെയിമും ഒക്കെ റാപ്പ് ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. പിന്നെ ഒരു മിനി പെർഫ്യൂമും 2 ചോക്ലേറ്റ്സും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു വിഷ് കാർഡാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഹാമ്പറിലുള്ള ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ വീഡിയോസ് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുകയാണ് കേട്ടോ അടുത്ത ടാസ്ക്. ഇപ്പം പിന്നെ മോൾക്കോ സിറ്റൗട്ടിക്കോ ഒന്നും പോലില്ല കേട്ടോ. എൻ്റെ റൂമിലെ ഡെസ്കിൽ വെച്ചിട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കാറുള്ളത്. ഭയങ്കര മടിയാണ് അങ്ങനെ പുറത്ത് പോയിട്ടൊക്കെ എടുക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹാമ്പറിൽ ഫ്രെയിംസ് ഒക്കെ കൊറിയർ ചെയ്യുമ്പോൾ ഞാൻ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഹാമ്പർ ബോക്സിൻ്റെ താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ പൊട്ടിയിട്ടില്ല, എന്നാലും ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിമുമ്പോൾ ഡയറക്റ്റ് ടാപ്പ് ഒട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ റാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി അവർക്ക് കിട്ടിയിട്ട് വേണമെങ്കിൽ ഈ റാപ്പിംഗ് ഒഴിവാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഹാമ്പർ ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെസ്കിലുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അതിൻ്റെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുകയാണ് ചെയ്യണത്.
പിന്നെ അടിച്ച് വാരുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ട് തന്നെ ഞാൻ പോളറോയിഡ്സ് കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ താഴേക്ക് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റൂം അടിച്ച് വാരി തുടക്കുകയാണ് പിന്നുള്ള പരിപാടി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് ചോറിന് കൂട്ടാനായിട്ട് സോയാബീൻ ഉണ്ടാക്കാമെന്ന് കരുതി. ഇങ്ങനെ ഫ്രൈ പോലെ ആക്കൂലേ, ഡ്രൈ ഫ്രൈ പോലെ. അപ്പോൾ അതേപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യാറുള്ളത്. ഇവിടെ എനിക്കും അമ്ലുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. എനിക്കും ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചോറിന് വേറെ കറി കൂട്ടാനൊന്നും വേണമെന്നില്ല. സിമ്പിളാണ് കേട്ടോ. നമ്മൾ സാധാരണ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ എടുക്കുന്ന പോലെ തന്നെ ഉള്ള മസാല പൗഡേഴ്സും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആ സോക്ക് ചെയ്തിട്ടുള്ളത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യണത്. ഫസ്റ്റത്തെ കുറച്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ മതി. കുറേ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് വേഗം ഓയിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ അത് ഇതേപോലെ നല്ലോണം കുക്കായി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളി അധികം വാടാതെ ആ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചമ്മന്തി ഉണ്ടാക്കിയതിൽ 2 പീസ് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അധികം അതിൻ്റെ ക്ലിപ്സൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് അങ്ങനെ. ഈ ഒരു മാങ്ങ അധികം പുളിയില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ. അധികം പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിക്കാൻ കഴിയില്ല. ഇത് നമ്മൾ ഉപ്പിലിടുന്ന ടൈപ്പ് മാങ്ങയല്ലേ, അതാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം നല്ല മഴയൊക്കെ മൂടി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് മഴയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും പിന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്, അതുമാണ് കഴിക്കണത്. എനിക്ക് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവേഴ്സിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാനും പിന്നെ അമലും ഉണ്ടായിരുന്നു. ഞങ്ങൾ സിറ്റൗട്ടിൽ നിന്നിട്ട് ചായക്ക് കുടിക്കുകയാണ്. മഴ ഒന്ന് പെയ്തിട്ട് പിന്നെ കുറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മഴ പെയ്യാനായ പോലെ അങ്ങനെയും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്ത് വീടിൻ്റെ ഉള്ളിലൊക്കെ ആകെ ഇരുട്ടായ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അന്ന് കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതിലപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.